പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. സരസ്വതിയമ്മയുടെ മകൾ ഡോക്ടർ മിനിക്കുട്ടിയെ കരുണൻ പ്രേമിച്ചപ്പോൾ, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവളുടെ കമ്പൗണ്ടറാവാൻ യോഗ്യതയുണ്ടോ അവന് എന്നായിരുന്നു ചോദ്യം. ഒടുവിൽ ഭാസിയുടെ ഒരൊറ്റ വാശിപ്പുറത്താണ് ആ കല്യാണം നടന്നത്. ഇപ്പോൾ കഞ്ചാവും കുടിച്ച് തോന്നിയ പോലെ നടക്കുന്ന അശോകന് വേണ്ടി സരസ്വതിയമ്മ പെണ്ണാലോചിക്കുന്നു രാജിയെ. കോടീശ്വരിയും സുന്ദരിയും സുഭദ്രയമ്മയുടെ ഏക മകളുമായ രാജിയെ. ആ കുട്ടിയുടെ ജീവിതം തൊലഞ്ഞാലോ എന്ന് പോലും അവർ ആലോചിക്കുന്നില്ല. സ്വന്തം മക്കളുടെ തെറ്റിനുമേൽ കണ്ണടയ്ക്കുന്ന അമ്മമാരുമുണ്ടല്ലോ. ഈ ആലോചനയെക്കുറിച്ചറിയുന്ന ഉണ്ണിക്ക് അമർഷം കരുണനിൽ നിന്ന് മറച്ചു വയ്ക്കാനാവുന്നില്ല. വായിക്കാം. അവകാശികളുടെ 3-ാം ഖണ്ഡം 3-ാം ഭാഗം 1-ാം അധ്യായം. മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് ചെവിയോർത്തു. ജീപ്പ് നിർത്തുന്ന ശബ്ദമാണ് കേട്ടത്. കൃഷ്ണനുണ്ണി എത്തിയിരിക്കുന്നു. കരുണൻ കണ്ണു തിരുമ്മി കോട്ടുവായിട്ട് വാച്ച് നോക്കി. 4:25. പതിവില്ലാത്ത വണ്ണം സമയം തെറ്റിച്ചിരിക്കുന്നു മിസ്റ്റർ ഉണ്ണി. ഇത്തിരി വൈകിപ്പോയി. കയ്യിൽ സഞ്ചികളും ടേപ്പ് റെക്കോർഡറും തൂക്കിപ്പിടിച്ച് കയറി വന്ന കൃഷ്ണനുണ്ണി ക്ഷമാപണം ചെയ്തു. സോറി, ബോട്ട് മിസ് ചെയ്തു. വന്നിട്ട് ഒരുപാട് നേരായോ? 3:45 കരുണൻ പുഞ്ചിരി തൂകി. സാരല്ല, ഉള്ള നേരം കൊണ്ട് ചെറിയൊരു ഉറക്കം പാസാക്കി. ഊണ് കഴിഞ്ഞിട്ട് ഇതുവരെയും കാർ ഓടിക്കുക തന്നെ ആയിരുന്നു. അതും എന്ത് വെയില്. 1 മിനിറ്റ് കൂടി ക്ഷമിക്കൂ, ഞാൻ ഇതൊക്കെ ഒന്ന് അകത്തു കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ധൃതിയില്ല, പതുക്കെ മതി. ഉണ്ണി അകത്തേക്ക് പോയപ്പോൾ കൈകുടഞ്ഞ് നടുവളച്ച് സെറ്റിയിൽ ഒന്നുകൂടി സൗകര്യമായിരുന്നു. ജനാലയിലൂടെ വീശിയിരുന്ന കടൽക്കാറ്റിൽ കിടന്നാടുന്ന കലണ്ടർ ഇടയ്ക്ക് ചുവരിനഭിമുഖമായി കമിഴ്ന്നു ഉടൻ തന്നെ മലരുകയും ചെയ്യുന്നു. സർക്കുലർ റോഡിലെ കൂറ്റൻ മാളികയിലെ സ്വീകരണമുറി ഓർത്തുപോയി. പ്രാവിൻകൂട് പോലെയുള്ള ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം അത് ഓർത്തുപോകും. ഒരേ ഒരു തവണയെ അവിടെ പോവുകയുണ്ടായിട്ടുള്ളൂ. ബാരിസ്റ്റർ കൃഷ്ണുണ്ണി കത്തി കയറി നിൽക്കുന്ന കാലത്ത്. വിശാലമായ ഉദ്യാനത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജർമ്മൻ മാതൃകയിൽ പണി ചെയ്ത കെട്ടിടം. പോർച്ചിൽ കപ്പല് പോലെയുള്ള കാറ് കാഡിലാക്. സ്വീകരണമുറിയിൽ കണ്ണിക്കാലി വരെ താണുപോകുന്ന മാർദ്ദവമുള്ള പരവതാനി. കണ്ണഞ്ചിക്കുന്ന സായാം സിൽക്കിൽ പൊതിഞ്ഞ സെറ്റുകളും കുഷനുകളും. ചുമരിൽ ബാത്തിക് ചിത്രങ്ങൾ, മാർബിൾ പ്രതിമകൾ, ആനക്കൊമ്പിൽ കൊത്തിയ അലങ്കാര വസ്തുക്കൾ, വെളുത്ത യൂണിഫോം ധരിച്ച പരിചാരകർ. എന്തന്തസ്സായിരുന്നു, എന്ത് നിലയായിരുന്നു, എന്ത് പ്രൗഢിയായിരുന്നു! അതൊക്കെ നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞ് വവ്വാലികൾ ഞാന്നുകിടക്കുന്ന ഈ പഴയ മരപ്പുരയിൽ വന്ന് പാർക്കുന്നതോർക്കുമ്പോൾ അത്ഭുതം തോന്നും. പക്ഷെ വാസ്തവത്തിൽ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. വിരക്തി പെട്ടെന്ന് വരാവുന്നതാണല്ലോ. വിശേഷിച്ചും ഭാര്യ മറ്റൊരാളുടെ കൂടെ. അവൾക്ക് ഭ്രാന്തായിരുന്നിരിക്കണം. ഭ്രാന്ത് അല്ലെങ്കിൽ കൃഷ്ണുണ്ണിയെ പോലെ ഒരാളെ വിട്ടു ഓടിപ്പോവുമോ? കരുണൻ അല്പം ചായ ആയിക്കൂടെ? തിരിച്ചു വന്ന കൃഷ്ണനുണ്ണി ചോദിച്ചു. ചായക്കുള്ള നേരാണല്ലോ. ആവാം. ശരി, 1 മിനിറ്റും കൂടി, ഞാൻ ആച്ചിയോട് പറഞ്ഞിട്ട് വരാം. ഉണ്ണി ഇടനാഴിയിലൂടെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി. അന്ന് അങ്ങനെ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് ആൾ ആരായിരുന്നിരിക്കും? കരുണൻ തലയാട്ടി. ഇന്നും തിരിച്ചു പോയാൽ നഷ്ടപ്പെട്ടതൊക്കെ 1-2 കൊല്ലം കൊണ്ട് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. കോടതികളായ കോടതികളൊക്കെ വിറയ്ക്കും. പക്ഷേ അങ്ങനെ നേടാവുന്ന സ്വത്തിനേക്കാൾ വൻപിച്ച സ്വത്താണ് ഇപ്പോൾ താൻ നേടുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. മനസ്സമാധാനം. അതും ശരിയാണ്. അതല്ലേ അല്ലെങ്കിൽ ശരിയായ ശരി? പണം കുന്നുകൂടിയത് കൊണ്ട് മാത്രം എന്താ ഗുണം? വലിയമ്മാമനെ പോലെ പണമുണ്ടാക്കുക, അതിനുവേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യുക, പിന്നീട് പാപം കഴുകിക്കളയാൻ ദാനം ചെയ്യുക. വിചിത്രം. പാപക്കറയുള്ള ആ സ്വത്തിനു വേണ്ടിയാണ് ഇപ്പോൾ കടിപിടി. ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചതാണ്. മിനിയും അതുതന്നെ പറഞ്ഞു. പക്ഷെ ഇടപെടേണ്ടി വന്നു. ഭാസിക്ക് വേണ്ടിയാവുമ്പോൾ ഇടപെടാതെ പറ്റില്ല. കഷ്ടകാലത്തിന് ഭാസിയുടെ പോക്കും ശരിയല്ല. ഹോക്കുമായുള്ള ഇടപാട് അപകടമാണ്. അയാളുടെ വെപ്പാട്ടിയുമായി സ്വല്പം കളിക്കുന്നുണ്ടോ ഭാസി? ചീനൻ അവളെ തീറ്റിപ്പോറ്റുന്നത് തന്നെ ചൂണ്ടലിൽ കോർക്കാനുള്ള ഇരയായിട്ടാണ്. ഭാനുവിന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതങ്ങനെ. ഗർഭം തകരാറിലാവുമോ എന്ന ഭയവുമുണ്ട്. ആ കൂനിന്മേൽ ഈ കുരുവും കൂടി ആയാൽ ശരിയായി. എന്തു ചെയ്യാം?
ഭാസിയോട് സൂചിപ്പിച്ചു നോക്കി. ഏശുന്നില്ല. ഇത്തിരി കർശനമായി തന്നെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ആൾ മഹാസാധുവാണ്. അതാണ് ഏറ്റവും വലിയ തകരാറ്. ഒരിക്കൽ കൂടി കോട്ടുവായിട്ട് കൈവിരലുകൾ കോർത്തു പൊട്ടിച്ചു. കൈ തുടച്ചിരുന്ന ടവൽ തോളത്ത് തന്നെ ഇട്ടുകൊണ്ട് ഉണ്ണി ഇടനാഴിയിൽ നിന്ന് കടന്നു വന്നു. സെറ്റി സ്വല്പം നീക്കിയിട്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചോദിച്ചു, എന്തേ കരുണൻ ഒറ്റയ്ക്ക്? ശങ്കുണ്ണി നായരും ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്? പ്ലാൻ ഇത്രയും മാറ്റം വരുത്തി. കുട്ടമ്മാമന് മാത്രമല്ല, എല്ലാവർക്കും മിസ്റ്റർ ഉണ്ണിയോട് സംസാരിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാം എന്ന് വെച്ചു. എന്താ, അത്രത്തോളം ഒന്ന് വരാൻ വിരോധമുണ്ടോ? എന്താ വിരോധം? വരാലോ, എപ്പോ വേണമെങ്കിലും. പക്ഷേ ശങ്കുണ്ണി നായർ എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. ഇറ്റ്സ് ഓൾ ദ സെയിം വിത്ത് മീ. എപ്പോഴാ വേണ്ടത്? ചായ കുടിച്ചാൽ നമുക്ക് ഇറങ്ങാം. ശരി, എന്നാൽ വേഗം ചായ. നോ ഹറി. കുട്ടമ്മാമൻ റെസ്റ്റ് ഹൗസിലാണ്. കൊച്ചമ്മാമനും ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിയാൻ കുറച്ച് സമയമെടുക്കും. എന്ത് മീറ്റിംഗാ? സപ്തതി ആഘോഷത്തിനുള്ള കമ്മിറ്റിയുടെ. ഓ ഓ, ശരി തന്നെ. എന്നെ ക്ഷണിച്ചിരുന്നു. പിന്നെന്തേ പോവാഞ്ഞത്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? ഈ സംഗതിയിൽ ഒരു വ്യത്യാസം വരുത്തുമെന്ന് വിചാരിച്ചു. വല്യമ്മന്റെ അല്ലേ? അതാണ് തെറ്റിദ്ധാരണ. അങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊന്നും ഞാൻ ചെയ്യാറില്ല. ചെയ്തു തുടങ്ങിയാൽ പിന്നെ അവസാനം കാണില്ല. അത് പോട്ടെ, മീറ്റിംഗ് എത്ര മണിക്ക് കഴിയും? 5 മണിയോടെ കൂടി കഴിയും. നീളില്ല. ദാത്തോ ഓത്മാന് പോകേണ്ടി വരും. അപ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. കൊച്ചമ്മാമനെയും കുട്ടമ്മാമനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഓക്കെ? ഓക്കെ. കരുണൻ പറഞ്ഞാൽ അതുപോലെ. ഉണ്ണി തോൾ കുലുക്കി. കരുണൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചതെന്ന് അറിയൂല്ലോ. അതെനിക്കറിഞ്ഞൂടെ? വാസ്തവം പറഞ്ഞാൽ ഒടുവിൽ മിസ്റ്റർ ഉണ്ണി ഒന്ന് മൂളിയപ്പോഴേ എനിക്ക് ദീർഘശ്വാസം വീണുള്ളൂ. മിസ്റ്റർ ഉണ്ണി മനസ്സിരുത്തിയാൽ വഴക്കും വക്കാണവും ഇല്ലാതെ സംഗതികളൊക്കെ ഭംഗിയായിട്ട് കലാശിക്കാം. ഞാൻ എങ്ങനെ എന്തു മനസ്സിരുത്താനാ? എല്ലാവർക്കും പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കാം. അങ്ങനെ തന്നെ ചെന്ന് വേലുണ്ണിക്കുറുപ്പിനോടും ശ്രീധരനോടും പറയാം. കുറുപ്പിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അതിങ്ങേ ഭാഗത്തും വന്ന് പറയാം. അതിൽ കൂടുതൽ ഒന്നും എന്നെ കൊണ്ടാവില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാലും കരുണൻ പുഞ്ചിരി തൂകി. സമയമാവുമ്പോൾ മിസ്റ്റർ ഉണ്ണി വേണ്ടതൊക്കെ ചെയ്തോളും എന്നാ എന്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കണ്ട. ഞാൻ വെറും അംഗതനാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്. അതിൽ കൂടുതലൊന്നും ഡോണ്ട് എക്സ്പെക്ട് ഫ്രം മീ. എന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും ഡിപ്പെൻസ് ഓൺ യു. എനിക്ക് യാതൊന്നും വേണ്ട, പക്ഷെ വഴക്ക് കൂടാതെ കഴിയണം എന്നുണ്ട്. കൊച്ചമ്മാമന് പ്രത്യേകിച്ചും. അതുമാത്രം മിസ്റ്റർ ഉണ്ണി സാധിച്ചു തന്നാൽ മതി. ഉണ്ണി മറുപടി പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ണി പറഞ്ഞതിൽ തന്നെ കൂടുതൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. ഒരുപക്ഷെ വീണ്ടാലോചന നടത്തുകയാവാം. മിസ്റ്റർ ഉണ്ണിയെ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹം പരാജയപ്പെട്ടാൽ പിന്നെ കേസും വഴക്കുമാവും. പരാജയപ്പെടാതിരിക്കാനും പ്രയാസമാണ്. ഓരോരുത്തർക്കും ഓരോ ഗൂഢോദ്ദേശ്യമുണ്ട്. കുട്ടമ്മാമൻ കാണണ പോലല്ല അമ്മായി കാണണത്. അമ്മായിയെ കടത്തിവെട്ടണം എന്നാണ് കുട്ടമ്മാമന്റെ പ്ലാൻ. കൊച്ചമ്മാമന്റെ കാര്യമാണ് കഷ്ടം. വേണ്ടാത്ത പുലിവാലി പിടിച്ച മട്ടാണ്. നീർക്കോലിയെ പിടിച്ച കുരങ്ങച്ചിനെ പോലെ. എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഇളകിയതാണ്. അമ്മായിയുടെ സമ്മർദ്ദവും ഇപ്പോൾ അയ്യത്തട എന്നാണ് ഇരിപ്പ്. ഈ വയസ്സുകാലത്ത് ചേട്ടന്റെ നീരസം സഹിക്കേണ്ടി വന്നിരിക്കുന്നു. വല്ല കാശിക്കും കടന്നു പോവാണ് ഭേദം കരുണ. മനുഷ്യന് എത്ര കിട്ടിയാലും തൃപ്തിയാവില്ലെന്ന് വെച്ചാൽ മഹാകഷ്ടം തന്നെയാണ്. പറയുമ്പോൾ ഇടനെഞ്ഞു മുട്ടിയിരുന്നു. കൊച്ചമ്മാമൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അമ്മായി കേട്ട ഭാവം വെക്കില്ല. ഭാസി താൻ പറഞ്ഞാലെങ്കിലും കേൾക്കാറുണ്ട്. ഇപ്പോൾ കുട്ടമ്മാമൻ പറയണതാണ് വേദവാക്യം. പോരെങ്കിൽ ചീനത്തിയുമായി കാര്യം ആലോചിക്കാതിരിക്കുകയാണ് നല്ലത്. ഒന്ന് വിളിച്ചു പറയൂ എന്ന് മിനി 2-3 ദിവസമായി ശല്യപ്പെടുത്തുന്നു. ഒരു കാര്യവുമില്ല. വിളിച്ചു പറയുകയാണെങ്കിൽ തന്നെ അവനെ കണ്ടുകിട്ടണ്ടേ? പറഞ്ഞാൽ ചെന്ന് ഭാനുവിനെ കുതിര കയറും. ചീനത്തിയുമായുള്ള അടുപ്പം എത്രത്തോളമായിട്ടുണ്ടോ ആവോ. പിടിയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല. എന്തോ എല്ലാം കൂടി നാശത്തിലേക്കല്ലേ പോക്ക് എന്നൊരു തോന്നൽ. തടുത്താൽ എങ്ങനെ നിൽക്കാനാണ്? ഉണ്ണി കാണാതെ നെടുവീർപ്പിട്ടു. ചായക്കോപ്പ ചുണ്ടോടടുപ്പിക്കുമ്പോൾ വല്ലാത്ത ചൂട്. ഒരു കവിൾ ഊതി കുടിച്ച് കോപ്പ മേശപ്പുറത്ത് വെച്ചു. ഒന്ന് ആറട്ടെ. ഉണ്ണി സുഖമായിട്ട് കുടിക്കുന്നു. നാക്കു പൊള്ളില്ലേ? പിന്നെ മിസ്റ്റർ ഉണ്ണി,
കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. മിസ്റ്റർ ഉണ്ണി പുരികമുയർത്തി ആവി പറക്കുന്ന ചായയുടെ മീതെ നോക്കി. വിശേഷിച്ച് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണെന്നുള്ളതൊരു സൂചന തന്നാൽ മിസ്റ്റർ ഉണ്ണിക്ക് എളുപ്പമുണ്ടല്ലോ. അത് വേണോ? ഉണ്ണി കോപ്പ താഴ്ത്തിപ്പിടിച്ചു. അവർക്കുള്ളതൊക്കെ അവർ തന്നെ പറയട്ടെ എന്ന് വെക്കല്ലേ നല്ലത്. അവര് തന്നെ പറഞ്ഞോളും. അവരുടെ മനോഗതി ഏത് വഴിക്കൊക്കെയാണെന്ന് നേരത്തെ അറിഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ എന്നാലും നല്ലത്. ആവോ, ഐ എം നോട്ട് ഷുവർ. ശരി, എന്നാലും പറഞ്ഞോളൂ, അപകടമില്ലല്ലോ. 2-3 കവിൾ കുടിച്ച് ചായക്കോപ്പ വീണ്ടും താഴെ വെച്ചു. കൊച്ചമ്മാമനും വല്യമ്മാമനും തമ്മിൽ നടന്നത് മിസ്റ്റർ ഉണ്ണി അറിഞ്ഞിരിക്കൂല്ലോ. അതിൽ പിന്നെ കൊച്ചമ്മാമന് ഒറ്റ വിചാരേ ഉള്ളൂ, എങ്ങനെയും വല്യമ്മാവിന്റെ മനസ്സിലുള്ള അലോക്യം ഒന്ന് തീർക്കണം. പോയി ചോദിച്ചതേ അബദ്ധായി എന്നാണ് മൂപ്പരുടെ വേവലാതി. എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നാണ് മൂപ്പരുടെ മനോഭാവം. അതെനിക്കറിയാം. ഭാസിക്ക് പുലാവ് നൂറിയിലെ വസ്തു കിട്ടണം എന്നൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. പിന്നെ എന്തായാലും വിരോധമില്ല അവന്. അമ്മായിയുടെയും കുട്ടമ്മാവിന്റെ അഭിപ്രായം വേറെയാണ്. എല്ലാ സ്വത്തിന്റെ കാര്യവും ഇപ്പൊ തന്നെ നിശ്ചയിക്കണം എന്നാണ്. പങ്കുവെക്കല് ഇപ്പൊ കഴിയണം എന്നാണ്. അത് വേലുണ്ണിക്കുറുപ്പിന്റെ ഇഷ്ടല്ലേ? അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണ്ടേ? ഇല്ലെങ്കിൽ അവർക്ക് തന്നെ നഷ്ടം അല്ലേ? കരുണൻ കുറച്ചു നേരത്തേക്ക് ഒന്നും പറഞ്ഞില്ല. ഉണ്ണി പറഞ്ഞത് 100% വാസ്തവമാണ്. വല്യമ്മാവൻ സമ്പാദിച്ച സ്വത്ത് വല്യമ്മാവിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് മനസ്സിലാക്കാതെയാണ് അവകാശം പറയണതും വഴക്കിന് വഴിവെക്കണതും. വെറുതെ വഴക്കുണ്ടാക്കാമെന്ന് മാത്രം. അതാണ് ഒഴിവാക്കേണ്ടത്. അതിനിടയ്ക്ക് അമ്മായിയുടെ ഉണ്ണിയോടത് പറയണോ? ആരും അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മായിയുടെ ധാരണ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേഗം പരക്കുമെന്ന് ആലോചിക്കണ്ടേ? പ്രത്യേകിച്ചും ചേട്ടത്തിയമ്മ ഒന്നും മനസ്സിലിരിക്കാത്ത കൂട്ടത്തിലാണ്. കേട്ടിട്ടും എനിക്ക് വിശ്വാസം വന്നില്ല. അശോകനെ കൊണ്ട് രാജിയെ. ഏതായാലും അവർക്ക് പറയാനുള്ളത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാം. ഉണ്ണി ചായ കുടിച്ച് കപ്പ് നീക്കി വെച്ചു. അതിനുശേഷം ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. കരുണൻ പിന്നെയും സ്വല്പനേരം സംശയിച്ചു. ഒടുവിൽ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, ഇതൊന്നുമല്ല ഞാൻ വാസ്തവത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യമാണ്. പരമരഹസ്യാണെന്നാണ് വെപ്പ്. പറയണോ പറയേണ്ടേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ദുർഘടം. രഹസ്യാണെങ്കിൽ പറയണ്ട. അരമന രഹസ്യാണ്. അങ്ങാടി പരസ്യാവാൻ താമസം വരില്ല. ഏതായാലും ഞാൻ അറിഞ്ഞത് പറയാം. അമ്മായിയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ നീക്കമുണ്ട്. അതെന്താ? കുട്ടമ്മാമനും ചേർന്നിട്ടുള്ള നീക്കാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെന്നാണ് തോന്നണത്. ഇറ്റ് ഇൻവോൾവ്സ് അശോകൻ. അശോകൻ? അതെ, എൻ്റെ രാജി. ഉണ്ണിയുടെ മുഖത്തെ അമ്പരപ്പ് സ്പഷ്ടമായിരുന്നു. എന്താണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന മട്ടിൽ. നെറ്റി ചുളിച്ചു, പുരികം കോട്ടി. യെസ്, കരുണൻ സാവധാനത്തിൽ പറഞ്ഞു. അങ്ങനെയൊരു പുതിയ നീക്കമുണ്ട്. അശോകനെ കൊണ്ട് രാജിയെ വിവാഹം കഴിപ്പിക്കുക. വാസ്തവമാണോ? അമ്മായി ചേട്ടത്തി അമ്മയോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞൂടാ. ഐ സീ. അത് പറയുമ്പോൾ മിസ്റ്റർ ഉണ്ണിയുടെ മുഖത്ത് ഗൗരവഭാവമല്ലാതെ മറ്റൊരു വികാരവും ഉണ്ടായിരുന്നില്ല. എത്ര സൂക്ഷിച്ചു നോക്കിയിട്ടും പ്രതികരണം അനുകൂലമോ പ്രതികൂലമോ എന്ന് അനുമാനിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതത്തിന്റെയോ അമ്പരപ്പിന്റെയോ ലാഞ്ചന കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മുൻപേ തന്നെ അറിഞ്ഞിരിക്കുമോ? അമ്മായി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. മൗനം അസഖ്യമായി തീർന്നപ്പോൾ കരുണം പറഞ്ഞു, സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെയൊരു നീക്കത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാവണില്ലേ? ഉണ്ണി ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം വ്യഞ്ചിച്ചിരുന്നു. പശു വാല് പൊക്കണത് കണ്ടാൽ എന്തിനാന്നറിയില്ലേ? മറുപടി പറഞ്ഞില്ല. ഉണ്ണി സൂചിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും തെളിച്ചു തന്നെ പറയട്ടെ. വേലുണ്ണിക്കുറുപ്പിന് ഏറ്റവും പ്രിയപ്പെട്ടവര് സുഭദ്രയമ്മയും രാജിയുമാണെന്ന് അറിഞ്ഞുകൂടെ? എങ്ങനെയായാലും സ്വത്തിലെ നല്ലൊരംശം അവർക്ക് കിട്ടുമെന്നും. അപ്പൊ പിന്നെ ഉദ്ദേശം എന്താണെന്ന് സംശയിക്കാനുണ്ടോ? ഉണ്ണി ഒന്ന് നിർത്തിയ ശേഷം ആലോചനാമഗ്നായി തുടർന്നു. ഒന്നാന്തരം നീക്കാം. ഉപ്പും കൊള്ളാം, പാവും കുളിക്കാം. അമ്മായി അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണില്ല. പണ്ട് തന്നെ ഒരു മോഹം ഉണ്ടായിരുന്നു, രാധാകൃഷ്ണനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് നടന്നില്ല. അപ്പൊ പിന്നെ ഇതൊന്ന് വിചാരിച്ചിരിക്കും. ഉണ്ണിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. നെറ്റി വീണ്ടും ചുളിച്ചിരുന്നു. കണ്ണുകൾ അല്പം ഇറുക്കുകയും കൺമണികൾ ഉരുക്കുമുനകൾ പോലെ തിളങ്ങിയിരുന്നു. മൂക്ക് വിടർന്നിരുന്നു.
കവിളത്തെ മാംസപേശികൾ വലിഞ്ഞിരുന്നു. മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് എന്തോ ആലോചിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊന്നുണ്ട്, കരുണൻ തുടർന്നു. അശോകനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാൽ അവന്റെ ഈ തലതിരിഞ്ഞ പോക്കൊന്ന് മാറുമെന്ന് അമ്മായിക്കൊരു ധാരണയുണ്ട്. ഇടയ്ക്ക് പറയാറുണ്ട്. അതും വേണമെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. ഉണ്ണിയുടെ മുഖത്തു വലിവയഞ്ഞു. നെറ്റിയിലെ ചുളിവുകൾ നിവർന്നു. ചുണ്ടത്ത് നനുത്ത പുഞ്ചിരി വിടർന്നു. ഉപ്പും കൊള്ളാം, വാവും കുളിക്കാം. കരുണൻ മറുപടി പറഞ്ഞില്ല. ഉണ്ണിയുടെ പറച്ചിലും സ്വരവും തന്നെ അല്പ അസ്വസ്ഥനാക്കുന്നുണ്ടെന്ന് തോന്നി. അമ്മായിയുടെ ആലോചന നിർദോഷമാണെന്ന് വാദിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ തനിക്ക് തന്നെ അതിലത്ര വിശ്വാസം തോന്നുന്നില്ല. സ്വത്തിൽ കണ്ണുവെച്ചിട്ടായി കൂടുന്നില്ല നീക്കം. ആലോചിക്കും തോറും അത് കൂടുതൽ വ്യക്തമാവുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ്. നടന്നാൽ പിന്നെ സ്വത്തിനു വേണ്ടി വഴക്കടിക്കേണ്ട. പതുക്കെ ആ ഭാഗം ചേർന്ന് നിന്നാൽ മതി. പിന്നെ എല്ലാം വിചാരിച്ച പോലെ നടത്താം. അശോകനാണെങ്കിൽ നല്ലൊരു ഭാര്യയും. ഈ നീക്കത്തെക്കുറിച്ച് കരുണൻ എന്താ അഭിപ്രായം? ഒത്ത മറുപടി തയ്യാറില്ലാതിരുന്നതുകൊണ്ട് അങ്ങുമെങ്ങും തൊടാതെ പറഞ്ഞു. എനിക്ക് ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. എന്നാലും എന്തു തോന്നുന്നു? തെറ്റൊന്നും തോന്നണില്ല. പാടില്ലാത്തൊന്നുമല്ലല്ലോ. അതല്ല, നടന്നാൽ എല്ലാവർക്കും നല്ലതാണ്. ഒറ്റ നോട്ടത്തിലെങ്കിലും അശോകനൊന്ന് സ്റ്റഡിയായി കിട്ടും. പിന്നെ രാജിക്കും. വാസ്തവം ആലോചിച്ചാൽ ഒരബദ്ധം പറ്റിയതാണല്ലോ, അല്ലേ? ആ നിലയ്ക്ക് ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഇതുകൊണ്ട് രണ്ടു കുടുംബങ്ങളും തമ്മിൽ വഴക്കില്ലാതെ രഞ്ജിപ്പിൽ എത്തുകയാണെങ്കിൽ അതും നല്ല കാര്യമല്ലേ? അതെ. ഉണ്ണിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. താൻ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നുണ്ടെങ്കിലും അത് എതിർക്കാൻ വേണ്ടിയുള്ള യോജിപ്പ് മാത്രമാണെന്ന് തോന്നിപ്പോകുന്നു. സ്വരം അതാണ് സൂചിപ്പിക്കുന്നത്. താൻ മനഃപൂർവ്വം അമ്മായിയെ പിന്താങ്ങുകയാണെന്ന് തെറ്റിദ്ധരിക്കുമോ ആവോ? തെറ്റിദ്ധരിച്ചാലും തരക്കേടില്ല. അമ്മായിയുടെ ഭാഗം പറയുകയല്ല എങ്കിൽ പോലും അങ്ങനെയേ ധരിക്കൂ. താൻ എത്രയായാലും മിനിയുടെ ഭർത്താവാണല്ലോ. അമ്മായി മിനിയുടെ അമ്മയും. ഉണ്ണി ആയതുകൊണ്ട് അങ്ങനെ കരുതില്ലായിരിക്കാം. എന്നാലും എനിക്കെന്ത് തോന്നുന്നു എന്ന് മിസ്റ്റർ ഉണ്ണി ചോദിച്ചുല്ലോ. മിസ്റ്റർ ഉണ്ണിക്ക് എന്താ തോന്നണത്? എനിക്കോ? ഉണ്ണി ചിരിച്ചു. എനിക്കൊന്നും തോന്നേണ്ട കാര്യമല്ലല്ലോ. എന്നെ ബാധിക്കണതല്ല. എന്നാലും കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം ഉണ്ണി നെറുവീർപ്പിടുന്നത് പോലെ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, മനുഷ്യൻ എത്ര സ്വാർത്ഥിയാണെന്ന്. സ്വന്തം കാര്യത്തിനപ്പുറം എന്തെങ്കിലും കണക്കിലെടുക്കാൻ ആരും തയ്യാറില്ല. ഇതില് സ്വന്തം കാര്യമില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അത് മാത്രമല്ലല്ലോ ഉള്ളത്. എല്ലാവർക്കും ഗുണമുള്ള കാര്യമല്ലേ? എല്ലാവർക്കും? വെൽ, എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു സംശയം. ഈ നീക്കം നല്ലതാണെന്ന് കരുതുന്നവരാരെങ്കിലും ആ പൂവർ ഗേളിനെ കുറിച്ച് അരനിമിഷം ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. കരുണനും അത് നല്ലതാണെന്ന് തോന്നുന്നതിലാണ് എനിക്കത്ഭുതം. ഇത്ര നേരവും താൻ പറഞ്ഞത് മുഴുവൻ അബദ്ധമായി എന്ന് തോന്നൽ പെട്ടെന്ന് മനസ്സിലുളവായി. ശരിയാണ്. രാജിക്ക് ഈ നീക്കത്തോടുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് താൻ ആലോചിച്ചതേയില്ല. രാജിയുടെ മനോനില എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല. ഉണ്ണി തുടർന്നു. കുറച്ച് ദുഃഖമുണ്ടായിരുന്നു, കുറേയൊക്കെ ആറിയിരിക്കുന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ മുഴുവനും ആറും. ഇതായിരിക്കും എല്ലാവരുടെയും ധാരണ, അല്ലേ? കല്യാണം കഴിച്ചു കൊടുത്താൽ കുറെ കൂടി വേഗം ആറുംന്ന് കണക്ക് കൂട്ടിയിരിക്കും. എന്താ ഞാൻ പറയണത് ശരിയല്ലേ? എന്റെ കാര്യം പറഞ്ഞാൽ ഐ കൺഫസ്, ഞാൻ ആ ഭാഗം ആലോചിക്കുകയുണ്ടായില്ല. അമ്മായിയുടെ പ്രപ്പോസലിന് ചില പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് തോന്നി. അത് പറഞ്ഞേ ഉള്ളൂ. അത് മാത്രം നോക്കിയാൽ പോരല്ലോ. പോരാ, ഐ അഗ്രി. അല്ല, മറുവശം നോക്കിയാലും മിസ്റ്റർ ഉണ്ണി ഇപ്പൊ ചൂണ്ടിക്കാണിച്ചത് ശരിയല്ലേ? അവളെന്നും ദുഃഖിച്ചിരിക്കാൻ പോണില്ലല്ലോ. കുറച്ചു കഴിഞ്ഞാൽ മാറ്റം വരില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് എനിക്ക് അത്ര ഉറപ്പില്ലാത്തത്. എന്തുകൊണ്ട്? രാജി അമ്മയുടെ മകളല്ലേ? ആ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടിയില്ല. അതും ശരിയാണ്. ചേട്ടത്തിയമ്മയുടെ ദുഃഖം ഇന്നും ആറിയിട്ടില്ല. രാജിയും ആ വഴി പിന്തുടർന്നാൽ. കേട്ടോ കരുണ, രാജിയുടെ ഇപ്പോഴത്തെ നില തൊട്ടാൽ പൊട്ടുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ പുലാവ് നൂറിയിലേക്ക് പിക്നിക്കിന് വന്നിരുന്നു. പക്ഷെ ഒരു ഉത്സാഹവും കണ്ടില്ല, ഒരു ഉല്ലാസവും കണ്ടില്ല എന്ന് മാത്രമല്ല, 1-2 തവണ കരയണതും കണ്ടു. കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല എന്നർത്ഥം. മറക്കണ്ടത്ര സമയമായിട്ടില്ല.
അപ്പോഴേക്കും ബന്ധപ്പെട്ട് ഒരു കല്യാണാലോചന നടത്തിയാൽ ആ കുട്ടി എന്താ ചെയ്യാന്ന് പറയാൻ സാധിക്കില്ല. വീണ്ടും വിചാരമില്ലാത്ത പ്രായമാണ്, ഒരിക്കലേ അബദ്ധം ചെയ്തതാണ്. അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? അതൊക്കെ ആലോചിക്കേണ്ടത് തന്നെയാണ്. പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്ന് അമ്മായിക്കും ഉണ്ടാവില്ല. എന്താ ചേട്ടത്തിയമ്മയോട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിഞ്ഞൂടാ. ഞാൻ കേട്ടുകേൾവിയെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞതാണ്. കേട്ടുകേൾവി ആയാലും ആലോചിക്കേണ്ട സംഗതിയാണല്ലോ. അത് പോട്ടെ, ഇനി പരമാവധി രാജി നോർമലായി പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെയും ഇപ്പുറത്താരാ? അശോകനല്ലേ? അതും ആലോചിക്കേണ്ട കാര്യല്ലേ? അതേന്ന് പറയേണ്ടതാണ്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അശോകൻ കരുണന്റെ ബ്രദറിൻലോവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പറയണത് നോ പറഞ്ഞോളൂ. അവന്റെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. എന്നാലും കുറച്ചൊരു വീക്ക്നെസ് കാണും, മനുഷ്യനല്ലേ. നേരെയാവും എന്നൊരു വിചാരമെങ്കിലും ഉള്ളിലുണ്ടാവാതിരിക്കില്ല. അതുണ്ട്, നാച്ചുറലി. ഇല്ലാതിരിക്കുവോ? അതിൽ തെറ്റൊന്നുമില്ല. ഉണ്ടാവണം. കുറച്ചു കഴിഞ്ഞാൽ അശോകൻ നേരെയാവും എന്ന് തന്നെയാണ് എൻ്റെ വിചാരവും ആഗ്രഹവും. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് രാജിയെപ്പോലൊരു പെൺകുട്ടി അശോകന് കല്യാണം കഴിച്ചു കൊടുക്കാന്നുള്ളത് ഈസ് ഇറ്റ് ഫെയർ ടു ഹർ? ചോദ്യം തികച്ചും ന്യായമാണ്. രാജിയെ അശോകന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറയണത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അത്ര തലതിരിഞ്ഞിട്ടാണ് അവൻ നടക്കുന്നത്. കഞ്ചാവ് വലിച്ച് തെണ്ടിത്തിരിഞ്ഞ് മിനിയെ പറഞ്ഞു പറ്റിച്ച് കാശ് മേടിക്കുന്നുണ്ട്. കഞ്ചാവ് വലിക്കണമെങ്കിൽ ആരെങ്കിലും കാശ് കൊടുക്കണമല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു പുതിയ തലമുറ? നല്ല ചൂരിലെടുത്ത് വീക്കണം, അതാണ് വേണ്ടത്. ഓരോ വേദാന്തവും പറഞ്ഞ് നടക്കണു. ജീവിതത്തിന് അർത്ഥമില്ലത്രേ. ജനിച്ചത് അനർത്ഥമായി പോലും. പുറമ്പോക്കുകാരനാണത്രേ. പുറ അടിച്ച് കലക്കണം, അത്ര തന്നെ. അതിനെങ്ങനെയാ? നിയന്ത്രിക്കാൻ ആളില്ല. കൊച്ചമ്മാവൻ പറഞ്ഞാൽ അവനൊരു കൂസലും ഇല്ല. അമ്മായിയെ പണ്ട് പേടിയായിരുന്നു, ഇപ്പൊ അതുമില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അമ്മായി പുതിയ ചികിത്സ കണ്ടെത്തിയിരിക്കുന്നു. കല്യാണം കഴിപ്പിക്കുക. നല്ല ചികിത്സ. രോഗത്തെക്കാൾ അപായകരം. അവൻ രാജിയെ വഴിയാധാരമാക്കും. അവൻ നേരെയാവുമെന്ന് ധരിക്കുന്നത് വെട്ടിത്തമാണ്. നേരെയാക്കാൻ രാജി വിചാരിച്ചാൽ കഴിയുമോ? അവൾ സാധു. അവൾക്ക് കിട്ടുന്നത് കൂടി ഇവൻ കഞ്ചാവ് വലിച്ച് പുകച്ചു കളയും. അതാണ് ഉണ്ടാവുക. എന്താ കരുണന് ഞാൻ പറഞ്ഞത് ബോധ്യായില്ലായിരിക്കും അല്ലേ? മൗനം. ഉണ്ണി തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. നോ മിസ്റ്റർ ഉണ്ണി പറയണത് 100% ശരിയാണ്. ഐ അഗ്രി. പക്ഷെ അമ്മായി വിചാരിക്കണത് മറിച്ചാവും. പക്ഷെ ഞാനെന്ന് ചോദിക്കട്ടെ, രാജി സരസ്വതി അമ്മയുടെ മകളാണെങ്കിൽ അശോകനെ പോലെ ഒരു പയ്യന് പിടിച്ചു കൊടുക്കൂ? മറുപടി ആവശ്യമേ ഇല്ലാത്ത ചോദ്യമായിരുന്നു അതെന്ന് തോന്നി. സരസ്വതി അമ്മയുടെ മകളായിരുന്നുവെങ്കിൽ ഉണ്ണിയുടെ ഒപ്പം, എന്നാൽ 1-2 അടി പിറകിൽ നടക്കുമ്പോൾ ആ ചോദ്യം വീണ്ടും മനസ്സിലുദിച്ചു. പാർക്കിൽ വൈകുന്നേരത്തെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സരസ്വതി അമ്മയുടെ മകളായിരുന്നെങ്കിൽ. കരുണനോ? അമ്മായിയുടെ ഇടിമുഴങ്ങുന്ന സ്വരം ഇപ്പോഴും കേൾക്കുന്നു. അവൻ അവളുടെ കമ്പൗണ്ടർ ആകാനുള്ള യോഗ്യതയും കൂടി ഇല്ലല്ലോ. പക്ഷെ സരസ്വതി, കൊച്ചമ്മാവിന്റെ ക്ഷമാപണ സ്വരം അടുത്ത മുറിയിൽ നിന്ന് നനഞ്ഞൊലിച്ചെത്തുന്നു. അവൾക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചാല് അവളുടെ ഇഷ്ടമാണോ കാര്യം? അവളുടെ തലയിൽ കളിമണ്ണാന്ന് വെച്ചിട്ട് എന്റെ തലയിൽ അതല്ല. എനിക്ക് ദൈവം സ്വല്പം ബുദ്ധി തന്നിട്ടുണ്ട്. MD കാരും MS കാരും ഒക്കെ ക്യൂ നിൽക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇവൻ അങ്ങോട്ട് പിടിച്ചു കൊടുക്കേ. എന്ത് കണ്ടിട്ട്? അവൻ എന്താ ഉള്ളത്, എന്താ ഇല്ലാത്തതെന്ന് ഇപ്പൊ ആലോചിക്കണ്ട. ഇപ്പോ ഇല്ലേല് ഇനി ഉണ്ടാവും. പക്ഷേ പിന്നെ എത്രയായാലും അവനെന്റെ മരുമകനല്ലേ? മണൽക്കുന്നിൽ തറവാട്ടിലെ അല്ലേ? മിനിയാണെങ്കിൽ മുറപ്പെണ്ണല്ലേ? നീ എന്താ ആ ഭാഗം ആലോചിക്കാത്തത്? ഓഹോ, അമ്മായി മനഃപൂർവ്വം ഒച്ചുയർത്തുകയാണെന്ന് തോന്നുന്നു. തറവാട്ട് മഹിമയും പറഞ്ഞ് മരുമോന്റെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുകയാണ്. ഒച്ചത്തിൽ താഴ്ത്തു സരസ്വതി. അവൻ അപ്പുറത്തുണ്ട്. ഉണ്ടെങ്കിലെന്താ, കേട്ടോട്ടെ. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയാലോ. മിനിയെ കിട്ടുമെന്ന് വെച്ചിട്ട് വെള്ളം ഇറക്കുകൊണ്ട് നടക്കണ്ടെന്ന് ഞാൻ നേരിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഞാനെന്തിനാ കരുണനെ പേടിക്കണത്? ഒച്ചയൊന്ന് താഴ്ത്തു സരസ്വതി. നിനക്കിപ്പോ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെനിക്കറിയാം. മിനിക്ക് വലിയ ആൾക്കാരെയൊക്കെ കിട്ടും, അതെനിക്കറിയാം. പിന്നെന്താ, കഴിക്കുമെന്ന് വെച്ചിട്ടാണോ? ഞാൻ പറയണത് മുഴുവൻ കേൾക്ക്. നീ പറയണതൊക്കെ ശരിയാണ്. പക്ഷെ അവളും കരുണനുമായിട്ട് ഇഷ്ടായി. ഇനി പിരിച്ചാൽ പറ്റുമോ?
അവനാണെങ്കിൽ അത്ര മോശക്കാരനൊന്നും അല്ലേനും. എന്താ പിരിച്ചാൽ പറ്റാതെ? എന്താ ഉണ്ടാവുക? അത്രയ്ക്കൊന്നുമില്ല. അവളൊരു പൊട്ടിപ്പെണ്ണായതുകൊണ്ട് ചുമ്മാ ഭ്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതൊന്നും സാരാക്കാനില്ല. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കും. നീ നിർബന്ധം പിടിച്ചാൽ ഒരുപക്ഷെ അവൾ കേട്ടൂന്ന് വരും. പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം? അല്ലെങ്കിൽ വേറൊന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് ഏട്ടൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നു എന്നുണ്ടെങ്കിലോ? അക്കഥയൊന്നും പറയണ്ട. അമ്മായിയുടെ പരിഹാസസ്വരം ഉയർന്നു. എന്റെ മിടുക്കുകൊണ്ട് അത് നടന്നു. അല്ലെങ്കിൽ കാണായിരുന്നു. ഏതായാലും ആ പഴയ ചരിത്രവും പുരാണവും ഒന്നും ഇപ്പൊ പൊക്കിക്കൊണ്ട് വരണ്ട. മിനിയെ ഞാൻ തോന്നിയതുപോലൊന്നും വിടാൻ കണ്ടിട്ടില്ല. എന്റെ മൂത്ത മകളാണ്. അവള് നല്ല നിലയ്ക്ക് തന്നെ ജീവിക്കണം എന്ന് എനിക്ക് കാണണം. മരുമകനാണെന്നും പറഞ്ഞ് ശുപാർശയ്ക്കൊന്നും വരണ്ട. മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നോളൂ. അതാ നല്ലത്. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ പടി ഇറങ്ങി നടന്നു. ആ ഇറങ്ങി നടത്തം ഇപ്പോഴും കണ്ണിൽ കാണുന്നു. ആ നിമിഷത്തിൽ അമ്മായിയെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അരച്ച് കലക്കി കുടിച്ചന്. അതേ അമ്മായി തന്നെയാണ് ഇന്നും. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. സരസ്വതി അമ്മയുടെ മകൾ. നെടുവീർപ്പിട്ടു. കൃഷ്ണനുണ്ണി പറഞ്ഞത് തികച്ചും ശരിയാണ്. രാജി അമ്മായിയുടെ മകളായിരുന്നുവെങ്കിൽ അശോകനെ പോലൊരു പോക്കനെ അയൽപ്പക്കത്തു പോലും വരാൻ അനുവദിക്കില്ല. നാടോടികളെപ്പോലെ ഒരു വിളിപ്പാടകല് നിർത്തും. പക്ഷേ അശോകൻ സ്വന്തം മകനായി പോയല്ലോ. അതുകൊണ്ട് നേരെ മറിച്ചു തോന്നുന്നു. അസ്വാഭാവികമായി ഒന്നുമില്ല. അച്ഛനും അമ്മയും ആവുമ്പോൾ അങ്ങനെയേ തോന്നൂ. മക്കളുടെ സുരക്ഷിതത്വമാണ് എല്ലാറ്റിലും മുഖ്യം. അവരുടെ സുരക്ഷിതത്വമാണ് തങ്ങളുടെ സുരക്ഷിതത്വം എന്നാണ് അവരുടെ വിശ്വാസം. അമ്മായിക്കാണെങ്കിൽ അശോകന്റെ കാര്യം കൂടി ശരിപ്പെട്ടാൽ എല്ലാമായി. പക്ഷെ ഒന്നും നടക്കുമെന്ന് കരുതുന്നത് കേവലം പകൽക്കിനാവാണ്. കേൾക്കുമ്പോഴേക്കും വല്യമ്മാവൻ ഒറ്റ ചാട്ടം ചാടും. പിന്നെ കൊച്ചമ്മാവന്റെയോ അമ്മായിയോടെയോ പൊടി ഭസ്മം കാണില്ല. വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴും വല്യമ്മാവനൊന്ന് ഗർജിച്ചാൽ സകലരും വിറയ്ക്കും. സംഗതി നടന്നില്ലേലും കുഴപ്പമാണ്. അമ്മായിയും കുട്ടമ്മാമനും കൂടി കലാപം ഉണ്ടാക്കും. കുട്ടമ്മാമന് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്തോ തുരുപ്പുചീട്ട് കയ്യിലുണ്ട്. എന്താണെന്നറിഞ്ഞുകൂടാ. വല്യമ്മാവൻ വഴങ്ങിയില്ലെങ്കിൽ പ്രയോഗിക്കാൻ പറ്റിയ വിദ്യയുണ്ടെന്ന മട്ടാണ് ചിലപ്പോൾ. ആവോ, തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിശ്വാസവും മിസ്റ്റർ ഉണ്ണിയിലാണ്. കരുണ, സത്യം പറഞ്ഞാൽ മിസ്റ്റർ ഉണ്ണി ഓർക്കാപ്പുറത്തു മൗനം ഭഞ്ജിച്ചു. എനിക്കിപ്പോ ഒരു സംശയം. ഞാൻ വരണോന്ന്. അതെന്താ മിസ്റ്റർ ഉണ്ണി എങ്ങനെ പറയണത്? പുറപ്പെട്ട് കഴിഞ്ഞിട്ട്? പുറപ്പെട്ടാലെന്താ, മടങ്ങാലോ? അതായിരിക്കും ഭേദം. ആകപ്പാടെ ശുഭാണെന്ന് തോന്നണില്ല. വാസ്തവം പറഞ്ഞാൽ സരസ്വതിയമ്മയുടെ പുതിയ മൂവ് ഇറ്റ് ഡിസ്റ്റർബ്സ് മീ. അതൊന്നും സാരമില്ല. ഫർഗെറ്റ് ഇറ്റ്. അറിഞ്ഞതായിട്ട് ഏതായാലും നടിക്കണ്ട കേട്ടോ. ഇല്ല, അങ്ങനെയുള്ള അബദ്ധമൊന്നും എനിക്ക് പറ്റില്ല. ഡോൺ വറി. എന്നാൽ പിന്നെന്താ, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. വീണ്ടും അരമതിലിന്റെ മീതെ പാർക്കിലേക്ക് നോക്കി. പരിചയമുള്ള ഒരു രൂപം കണ്ണിൽപ്പെട്ടു. ഗംഗേട്ടൻ. ഒപ്പം ഭാര്യയുണ്ടോ? ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇല്ല, ഏറ്റവും ഒടുവിലത്തെ സന്തതിയാണെന്ന് തോന്നുന്നു. വിരൽത്തുമ്പിൽ തൂങ്ങിയിട്ടുണ്ട്. ഗംഗേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായി. കാണേണ്ട കാര്യമില്ല, കാണാറില്ല. കണ്ടുമുട്ടുമ്പോൾ ലോക്യം പറയും, വർത്തമാനം ചോദിക്കും. അത്രയ്ക്കുള്ള അടുപ്പമേ ഉള്ളൂ. മലായിക്കരിയെ കല്യാണം കഴിച്ചത് പിന്നെ എന്തോ എത്രയായിട്ടും അതുമായി മനസ്സ് പൊരുത്തപ്പെടുന്നില്ല. മലായിക്കാരിയെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ടല്ല. പ്രേമത്തിന്റെ പോക്ക് പലപ്പോഴും വിചിത്രമാണല്ലോ. പക്ഷെ ഇങ്ങനെ തീരെ തരംതാണ ഒന്നിനെ, അതും ചേട്ടത്തിയമ്മയും കുട്ടിയും ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ചേട്ടത്തിയമ്മയെ കല്യാണം കഴിക്കരുതായിരുന്നു. താനത് പണ്ടേ പറഞ്ഞതാണ്. വല്യമ്മാവന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുത്, ഉറച്ചു നിൽക്കണം എന്നൊക്കെ. പക്ഷെ ഗംഗേട്ടൻ അങ്ങനെയാണ്. വല്യമ്മാവനെ സ്വല്പം ഭയം തന്നെയായിരുന്നു. വളവ് തിരിഞ്ഞു പാർക്കിന്റെ പടിക്കിലെത്തിയപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് നോക്കി. ഗംഗേട്ടൻ അപ്രത്യക്ഷപ്പെട്ടിരുന്നു. പകരം കണ്ണിൽപ്പെട്ടത് മറ്റൊരു രൂപമാണ്. കച്ചാൻ പുത്തേക്കാരൻ തമിഴന്റെ കയ്യിൽ നിന്ന് നിലക്കടല വാങ്ങുന്ന ചീനത്തി, ഹോക്കിന്റെ മൂന്നാം ഭാര്യ. ഇവർ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണോ? വെറുപ്പ് തോന്നി. ഭാസിയെ കൊടുക്കിട്ട് പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ പെട്ടുകഴിഞ്ഞ മട്ടുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്ന് തോന്നുന്നു. ഉണ്ണി പറഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ദാത്താവുവിന്റെ കാറല്ലേ അത്? കരുണന് മറുപടി പറയാൻ കഴിയുമ്പോഴേക്കും ഓറഞ്ച് നിലത്തിലുള്ള വലിയ ബെൻസ് കാർ മുന്നിൽ വന്നു നിന്നു. ദാത്തോ ഉസ്മാൻ ജനാലയിലൂടെ തല പുറത്തേക്കിട്ടു. നിങ്ങൾ വളരെ വൈകിപ്പോയി മിസ്റ്റർ ഉണ്ണി. ഞങ്ങൾ കുറേ നേരം കാത്തിരുന്നു. ഞാൻ വരില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഞങ്ങൾ സ്വീകരിച്ചില്ലെന്ന് ഞാനും പറഞ്ഞില്ലേ? ശരി,
അടുത്ത മീറ്റിംഗ് ഉണ്ണിയുടെ വീട്ടിൽ വെച്ചിട്ടായി കളയാം. പിന്നെ രക്ഷപ്പെടില്ലല്ലോ. താത്ത ഉറക്കെ ചിരിച്ചു. സോറി, ഇപ്പോൾ കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. 7 കോലാലംപൂരിൽ എത്തണം. പാർട്ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പിന്നീട് കണ്ടുകൊള്ളാം. ശരി. ഉണ്ണി കൈവീശി ദാത്തോവിനെ യാത്രയാക്കി. വേറൊരു കാറിലാണല്ലോ കാണാറുള്ളത് മൂപ്പരെ, കരുണൻ പറഞ്ഞു. പച്ച നിറത്തിലൊന്ന്. ബെന്ലി അല്ലേ? അതിലും കാണാറുണ്ട്. ദാത്തോവിനിപ്പോ എന്താ, 2, 4, 5 വേണമെങ്കിൽ ആവാലോ. എലക്ഷൻ കഴിഞ്ഞ പിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ല. ഈയിടെ ഇത്തിരി ആക്റ്റീവാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ചും വല്യമ്മാവിന്റെ സപ്തതി കാര്യത്തില്. അതിന് കാരണമുണ്ട്. ഉണ്ണി ചിരിച്ചു. ഈ നിയോജക മണ്ഡലത്തിലെ കുറേയധികം ഇന്ത്യൻ വോട്ടുകളുണ്ട്. അപ്പൊ പിന്നെ കുറുപ്പിന്റെ കാര്യത്തിൽ ഉത്സാഹം കാണിക്കാഞ്ഞാൽ പറ്റുമോ? കരുണൻ പുഞ്ചിരി തൂകി. ദാത്തോവിന്റെ ഉത്സാഹത്തിനുള്ള കാരണം അതല്ല എന്ന് ഉണ്ണിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് തനിക്കറിയാമെന്ന് ഉണ്ണിക്കും അറിയാം. പുലാവ് നൂറിയുടെ ഭാഗത്തേക്ക് അറിയാതെ തന്നെ ഒന്ന് നോക്കിപ്പോയി. റെസ്റ്റ് ഹൗസിന്റെ മുൻപിലെത്തിയപ്പോൾ ശ്രീചേട്ടൻ കാറിൽ കയറാൻ ഭാവിക്കുകയാണ്. ഉണ്ണി വന്നേക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കാത്തു. ശ്രീചേട്ടൻ പറഞ്ഞു. ഇന്നിനിപ്പോൾ നിന്നാൽ പറ്റില്ല. വീട്ടിൽ പോയി ഉടനെ തന്നെ കോലാലംപൂർക്ക് മടങ്ങണം. ഉച്ചയ്ക്കേ മടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് മീറ്റിംഗിന്റെ കാര്യം ഓർത്തത്. 2 ദിവസത്തിനകം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ കാണാം. ഉണ്ണി ശരിയെന്ന് തലകുലുക്കി. കരുണ, കൊച്ചമ്മാമനാണ്. ഓ, കാറിന്റെ അകത്തിരിക്കുന്നു, ശ്രദ്ധിച്ചില്ല. എന്താ കൊച്ചമ്മാമ? ഞാൻ ശ്രീധരന്റെ കൂടി അങ്ങോട്ട് പോവാണ് വീട്ടിലേക്ക്. കുട്ടനും ഒക്കെ അകത്തുണ്ട്. എല്ലാവരും കൂടി പിന്നാലെ അങ്ങോട്ട് വരൂ. കരുണൻ ശരിയെന്ന് തലയാട്ടി, അല്പം അസ്വാസ്യത്തോടെ. കൊച്ചമ്മാമൻ ശ്രീചേട്ടന്റെ കാറിൽ ചെന്ന് ഇറങ്ങുന്നത് എങ്ങാനും അമ്മായി കണ്ടാൽ കുഴപ്പമാണ്. ശ്രീചേട്ടന്റെ ഉപദേശം ചോദിക്കാൻ പോയതാവും എന്ന് വിചാരിക്കും. ഒരു പക്ഷേ കാര്യവും അത് തന്നെയാവും. എല്ലാവരും കൂടി മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇനി എന്താ വേണ്ടത് എന്ന് ശ്രീചേട്ടനോട് ചോദിക്കാൻ ഒട്ടും മടിക്കില്ല കൊച്ചമ്മാമൻ. ആളതാണ് ടൈപ്പ്. ശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ശുദ്ധനായിക്കൂടാ. എന്നാൽ എങ്ങനെയാകട്ടെ. ശ്രീചേട്ടൻ കാറിൽ കയറി വാതിലടച്ചു. പഴനി കാറ് മുന്നോട്ട് വിട്ടു. കാറ് കടന്നു പോയയുടൻ വഴി മുറിഞ്ഞു കടന്നു വരുന്ന അശോകൻ ശ്രദ്ധയിൽപ്പെട്ടു. കൂടെ ചുവന്ന സാരി ഉടുത്ത ഒരു തമിഴത്തിയുണ്ട്. കൈ കോർത്തു പിടിച്ചാണ് നടക്കുന്നത്. അവനെ നേരിടാതിരിക്കുകയാണ് നല്ലതെന്ന് കരുതി പെട്ടെന്ന് തന്നെ റെസ്റ്റ് ഹൗസിന്റെ പടി കടന്നു. ഉണ്ണി ഒപ്പമുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പോലും നിൽക്കാതെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം വായിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ 2ാം ഭാഗവുമായി വേഗം എത്താം. താങ്ക് യു.